അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കുന്നില്ലേ? ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ പ്രാമാണികത തന്നെയാണ്. അതുകൊണ്ട് ആ പ്രമാണങ്ങളിൽ നിന്ന് എവിടെ ഒരൽപ്പം വഴിമാറുന്നുവോ അതിനെ ഗൗരവമായി തന്നെയാണ് പ്രമാണങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് വിഷയം ആരംഭിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗത്ഭനായ സ്വഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന സാഹിബു സിർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി. അദ്ദേഹം ഒരിക്കൽ രണ്ട് ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് ആ രണ്ട് കല്ലുകൾ കൂട്ടിപ്പിടിച്ച് കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഈ രണ്ട് കല്ലുകൾക്കിടയിൽ നിങ്ങൾ സൂര്യപ്രകാശം കാണുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞു, അല്പം മാത്രം ഞങ്ങൾ കാണുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലതദ്ഹുറുന്നൽ ബിദ്അ, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ബിദ്അത്തുകൾ ഈ സമുദായത്തിൽ വ്യാപകമായി വരിക തന്നെ ചെയ്യും. ഹത്താ ലാ യുറാ മിനൽ ഹഖ് ഇല്ലാ ഖദറ മാ യുറാ മിനൻ നൂരി മിൻ ബൈനി ഹാദൈനിൽ ഹജറൈൻ. ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ സൂര്യപ്രകാശം എത്ര അല്പമായാണോ കാണുന്നത്, അതുപോലെ ബിദ്അത്തുകൾക്കിടയിൽ അല്പം മാത്രം സത്യത്തെ കാണുന്ന ഒരു ഘട്ടം തീർച്ചയായും ഈ സമൂഹത്തിൽ വരിക തന്നെ ചെയ്യും. വല്ലാഹി ലതഫ്ശുവന്നൽ ബിദ്അ ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖാലു തുരികത്തിസ് സുന്ന. അല്ലാഹുവാണ് സത്യം, ബിദ്അത്തുകൾ വ്യാപിക്കുക തന്നെ ചെയ്യും. ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ, ആ ബിദ്അത്തുകളിൽ നിന്ന് വല്ലതുമൊക്കെ ആരെങ്കിലും ഒഴിവാക്കുന്നുവെങ്കിൽ ആളുകൾ പറയും, തുരികത്തിസ് സുന്ന, സുന്നത്ത് ഒഴിവാക്കപ്പെട്ടു എന്ന് ജനങ്ങൾ പറയുന്ന തരത്തിലേക്ക് ബിദ്അത്തുകൾ സുന്നത്തുകളെ സ്ഥാനം കയ്യേറുമെന്ന് സ്വഹാബിയായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇസ്ലാം അതിന് ഏറ്റവും വലിയ സവിശേഷത സൂചിപ്പിച്ചതുപോലെ പ്രാമാണികതയാണ്. കാരണം ഇസ്ലാം ദൈവികമായ മതമാണ്. മറ്റൊരുപാട് മതങ്ങളെപ്പോലെ കേവലമായ ഒരു മതമല്ല. അതുകൊണ്ട് ഈ മതത്തിലെ മുഴുവൻ അധ്യാപനങ്ങളും വഹ്യ് പ്രകാരം മാത്രമായി ലഭിക്കേണ്ടുന്നതാണ്, ലഭിച്ചതാണ്. വഹ്യില്ലാതെ മതത്തിൽ ഒരു കാര്യവും സ്ഥിരപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വഹ്യ് പ്രകാരമല്ലാതെ മതം പറഞ്ഞിട്ടില്ല, പറയാൻ അനുവാദമില്ല എന്ന് വ്യത്യസ്തങ്ങളായ ആയത്തുകളുടെ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മതത്തിലെ മുഴുവൻ കാര്യങ്ങളും ആ വഹ്യ് അടിസ്ഥാനമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു പോയി. സൂറത്ത് മാഇദയിൽ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീർഘമായ ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ് അത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹങ്ങളെ പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ മതം പൂർണ്ണമായി പഠിപ്പിക്കപ്പെടുകയും അതിലെ മുഴുവൻ അധ്യാപനങ്ങളും കൃത്യമായി പഠിപ്പിക്കുകയും ആ മതത്തിനെ പൂർത്തിയായ മതമായി തൃപ്തിപ്പെട്ട് ഏൽപ്പിക്കുകയും ചെയ്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുനിന്ന് യാത്രയായി പോകുന്നത്. ആ സുന്നത്തുകളെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്. എന്നാൽ പ്രവാചകന്റെ കാലശേഷം ആ മതത്തിലേക്ക് പിന്നെ വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന
മതാചാരങ്ങളായി കടന്നു വരുന്ന എന്തെല്ലാം ഉണ്ടോ അതിന്റെ പേരാണ് ബിദ്അത്തുകൾ എന്നത്. പൂർത്തിയായ മതത്തിൽ പൂർത്തിയായതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ നമസ്കാരമാവാം, നോമ്പാവാം, വിക്റാവാം, ദുആയാവാം, സ്വലാത്തുകളാവാം, തസ്ബീഹുകളാവാം, മറ്റ് ഏതു ആരാധനാ കർമ്മങ്ങളുമാകാം. പൂർത്തിയായ മതത്തിൽ ആ പൂർത്തിയാക്കപ്പെട്ടതിനു ശേഷം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തോ അതിനെയാണ് ബിദ്അത്തുകൾ എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. വ്യത്യസ്ത രൂപങ്ങളിൽ ബിദ്അത്തുകൾ വരാം. ഒന്നുകിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത പുതിയ ഒരു ഇബാദത്ത്, പുതിയൊരു ആരാധന, പുതിയൊരു ആചാരം മതത്തിലേക്ക് പുതിയതായി കൊണ്ടുവരിക. പുതിയ നമസ്കാരങ്ങൾ, അന്നില്ലാത്ത ഒരു നമസ്കാരം, അന്നില്ലാത്ത പുതിയൊരു നോമ്പ്, അങ്ങനെ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടാം. അത് ബിദ്അത്തുകളാണ്. ഉദാഹരണമായി തസ്ബീഹി നമസ്കാരം നമ്മുടെ നാടുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. തസ്ബീഹി നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെടാറുണ്ട്. ആ നമസ്കാരത്തെ കഴിയുമെങ്കിൽ ആഴ്ചയിലൊന്ന്, ഇല്ലെങ്കിൽ മാസത്തിലൊന്ന്, ഇല്ലെങ്കിൽ വർഷത്തിലൊന്ന്, അതിനും സാധ്യമല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന നമസ്കാരമാണ് തസ്ബീഹി നമസ്കാരം. 300 തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കുക, അതാണ് അതിന്റെ രീതി. യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചുവെന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ ആ നമസ്കാരം വന്നിട്ടില്ല. അതുപോലെ പുതിയ നോമ്പുകൾ വരാം. പ്രവാചകർക്ക് പരിചയമില്ലാത്ത നോമ്പുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. മെഹ്റാജ് നോമ്പ് എന്ന പേരിൽ, ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ, 96 നോമ്പ് എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ നോമ്പുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. നോമ്പുകൾ ഏതെല്ലാം ഉണ്ടോ അവയെല്ലാം പ്രമാണം പഠിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പ് ഹദീസിൽ വന്നതാണ്. വ്യാഴാഴ്ച നോമ്പ് ഹദീസിൽ വന്നതാണ്. അറഫാ ദിവസത്തെ നോമ്പ് ഹദീസിൽ വന്നതാണ്. മുഹറം 9ഉം 10ഉം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടവയാണ്. ശവ്വാലിൽ 6 ദിവസത്തെ നോമ്പ് ഹദീസിൽ പഠിപ്പിച്ചവയാണ്. ഇങ്ങനെ ഏതെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട നോമ്പുകൾ ഏതെല്ലാം ഉണ്ടോ അവയെല്ലാം നമുക്ക് ജീവിതത്തിൽ പാലിക്കാവുന്നവയാണ്. എന്നാൽ പൂർത്തിയായതിനു ശേഷം ആ മതത്തിലേക്ക് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെടുന്നത് നോമ്പാണെങ്കിലും നോമ്പായി പരിഗണിക്കപ്പെടുക ഇല്ല. നോമ്പെന്ന് പേരിട്ടത് കൊണ്ട് അത് നോമ്പാവുക ഇല്ല എന്നർത്ഥം. ശഅബാൻ 15-നാണ് നമ്മുടെ നാടുകളിൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ നോമ്പെടുക്കാറുള്ളത്. റജബ് മാസം 27-നാണ് മെഹ്റാജ് നോമ്പ് എന്ന പേരിൽ നോമ്പെടുക്കാറുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മെഹ്റാജ് യാത്രയ്ക്കു ശേഷം, വാനാരോഹണത്തിന് ശേഷം വർഷങ്ങൾ ജീവിച്ചു. ആ വർഷങ്ങളിൽ എന്തെങ്കിലും ഒരിക്കൽ അത്തരമൊരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റില്ല, നോൽക്കാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ നോമ്പ് ഇസ്ലാമികമല്ല എന്നർത്ഥം. ഇങ്ങനെ മതത്തിൽ ഇല്ലാത്ത പുതിയ ഒന്ന് കൂട്ടിച്ചേർക്കൽ അത് ബിദ്അത്തായി മാറും. ഇനി മതത്തിൽ ഉള്ള ഒന്നിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത പ്രത്യേകമായ സമയമോ പ്രത്യേകമായ എണ്ണമോ പ്രത്യേകമായ രീതിയോ പ്രത്യേകമായ പുണ്യമോ നിശ്ചയിക്കുമ്പോൾ അതിനെയും ബിദ്അത്ത് എന്ന് പറയാം. എന്തിനെല്ലാം പ്രത്യേകമായ എണ്ണം പാലിക്കണമോ അതെല്ലാം പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ 33 പ്രാവശ്യം എന്ന് പ്രത്യേകം എണ്ണം തന്നെ പഠിപ്പിച്ചു. അതേപോലെ ഓരോന്നും എവിടെയെല്ലാം എണ്ണം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം പ്രമാണങ്ങളിൽ ആ എണ്ണമടക്കം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എണ്ണം പറയാതെ പൊതുവായി പഠിപ്പിച്ച ഒന്നിന് പ്രത്യേകമായി എണ്ണം നിശ്ചയിക്കുക, അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അത് ബിദ്അത്തായി മാറും. പ്രമാണങ്ങളിൽ എണ്ണം പറയാത്ത ഒന്നിന് എണ്ണം പറയാൻ നമുക്കനുവാദമില്ല. ഓരോരുത്തർ സൗകര്യത്തിന് അയാൾക്ക് നിശ്ചയിക്കാൻ പാടില്ല എന്നതല്ല അതിനർത്ഥം. മതത്തിന്റെ ഭാഗമായി രാവിലെ ഇത്ര പ്രാവശ്യം ചൊല്ലണം, വൈകുന്നേരം ഇത്ര പ്രാവശ്യം ചൊല്ലണം, തിങ്കളാഴ്ച ഇത്ര പ്രാവശ്യം ചൊല്ലണം, ഇന്ന രോഗത്തിന് ഇന്ന ആയത്ത് ഇത്ര പ്രാവശ്യം ഓതണം എന്നൊക്കെ പറയണമെങ്കിൽ അത് വഹ്യിന്റെ പിൻബലം വേണം. വഹ്യിന്റെ പിൻബലമില്ലാതെ അങ്ങ് നിശ്ചയിക്കപ്പെടുന്നവയെ ബിദ്അത്തുകൾ, മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന അനാചാരങ്ങൾ എന്നാണ് അതിന് പ്രമാണങ്ങളുടെ ഭാഷയിൽ പേരു പറയുക. അതേപോലെ ചില കർമ്മങ്ങൾക്ക് മതം സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കപ്പെടേണ്ടതാണ്. എന്നാൽ മതത്തിന്റെ പ്രമാണങ്ങൾ സമയം നിശ്ചയിക്കാത്ത ഒന്നിന് നമ്മുടെ വകയായി സമയം നിശ്ചയിച്ചു കൊടുക്കുക അതും പാടില്ല. ഒരു കർമ്മം ചെയ്യാൻ അത് ഇന്ന സമയത്താ നല്ലത്, അത് ഈ സമയത്താ നല്ലത്, ഈ ദിവസമാ നല്ലത്, തിങ്കളാഴ്ച സ്വലാത്ത്, വ്യാഴാഴ്ച സ്വലാത്ത്, മാസം 17 സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ സമയവും സ്ഥലവും
അതേപോലെ തീയതിയും നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്തിന് സവിശേഷത കൽപ്പിക്കുന്ന തരത്തിൽ സ്വലാത്താണെങ്കിലും ദിക്റാണെങ്കിലും ദുആയാണെങ്കിലും തസ്ബീഹാണെങ്കിലും അതൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തപ്പെടുന്നുവെങ്കിൽ അതും മതത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബിദ്അത്തുകളായാണ് പരിഗണിക്കപ്പെടുക. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാമാണോ മതമായി പഠിപ്പിച്ചത്, എങ്ങനെയെല്ലാമാണോ പഠിപ്പിച്ചത്, എവിടെയെല്ലാമാണോ പഠിപ്പിച്ചത്, എത്രയാണോ പഠിപ്പിച്ചത്, അതെല്ലാം ആ അർത്ഥത്തിൽ തന്നെ പാലിക്കുമ്പോഴാണ് അത് യഥാർത്ഥ അമലായി, യഥാർത്ഥ ഇബാദത്തായി സ്വീകരിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ ഖുതുബയിലും എല്ലാ ഉപദേശങ്ങളുടെയും തുടക്കത്തിൽ പ്രത്യേകമായും ഓർമ്മപ്പെടുത്തിയിരുന്ന ഹദീസാണ് വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല എന്ന വചനം. വ്യത്യസ്തങ്ങളായ പദങ്ങളിൽ ആ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അഥവാ പ്രവാചകന്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ എന്നാണ് ആ ഹദീസിന്റെ ആദ്യ ഭാഗത്തുള്ളത്. ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല കലാം അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. ഏറ്റവും നല്ല ചര്യ ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ചര്യയുമാണ് എന്ന് പറഞ്ഞതിനു ശേഷം അവിടുന്ന് പ്രത്യേകം പറഞ്ഞു വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത്, ഏറ്റവും ശർറായത് മുഹ്ദസാതുഹാ, പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തനാചാരങ്ങളാണ് എന്നാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ആ ബിദ്അത്തുകൾ മുഴുവനും വഴികേടാണ്, പിഴച്ച മാർഗമാണ്. ചില റിപ്പോർട്ടിൽ വകുല്ല ളലാലത്തിൻ ഫിന്നാർ, അത്തരം വഴികേടുകൾ മുഴുവനും നരകത്തിലേക്കുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്ത് ന്യായം പറഞ്ഞാലും ശരി, ഒരു ഇബാദത്ത് ഇബാദത്തായി മാറണമെങ്കിൽ, ഒരു സ്വലാത്ത് സ്വലാത്തായി മാറണമെങ്കിൽ, ഒരു ദിക്റായി മാറണമെങ്കിൽ, ഒരു നമസ്കാരം നമസ്കാരമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഒരു നോമ്പ് നോമ്പായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് പ്രവാചകരുടെ മാതൃകയുടെ പിൻബലം അനിവാര്യമാണ്. അല്ലാത്തിടത്തോളം കാലം അതിന് ഇബാദത്തായി സ്വീകരിക്കാവതല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടുകളിൽ ഉള്ള നാരിയാ സ്വലാത്ത്, കമാലിയാ സ്വലാത്ത്, താജ് സ്വലാത്ത്, നബിയെ സ്വപ്നങ്ങളാണ് സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ധാരാളം സ്വലാത്തുകൾ, അവ സ്വലാത്തുകളല്ല. നേരെ മറിച്ച് പലർക്കും ബിസിനസിന് വേണ്ടി ഇറക്കുന്ന ചില വ്യാജമായ ഡ്യൂപ്ലിക്കേറ്റ് ചരക്കുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അത്തരം ബിദ്അത്തുകളുടെ ഗൗരവം പ്രവാചകൻ ധാരാളമായും പഠിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ഹദീസ് തന്നെ അതിൽ എമ്പാടുമാണ്. ഏറ്റവും ദുഷിച്ച കാര്യങ്ങൾ ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകൾ മുഴുവനും വഴികേടാണ്, വലാലത്താണ് എന്നാണ് എല്ലാ ഖുത്ബയിലും എല്ലാ ഉപദേശങ്ങളിലും അവിടുന്ന് ഊന്നിപ്പറഞ്ഞ ഒരു ഹദീസ്. ഒരിക്കൽ പോലും ഒരു ഹദീസിൽ പോലും ആ ബിദ്അത്തുകൾക്കിടയിലും നല്ല ബിദ്അത്തുണ്ട് എന്ന ഒരു പദപ്രയോഗം പോലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അതിൽ ഒരിക്കലെങ്കിലും നല്ല ബിദ്അത്തുമുണ്ട് എന്ന ഒരു ന്യായം പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ നല്ലതാണ് എന്ന ന്യായം പറഞ്ഞിട്ട് ബിദ്അത്തുകളെ കൊണ്ടുവരാൻ നമുക്കൊരിക്കലും അനുവാദമില്ല എന്നർത്ഥം. ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലരും അങ്ങനെയാണ്. ബിദ്അത്താണ് സമ്മതിക്കുന്നു, എന്നാലും നല്ലതല്ലേ, നല്ല ബിദ്അത്തല്ലേ എന്ന ന്യായമാണ് പലപ്പോഴും പറയാറുള്ളത്. നബിദിനാഘോഷം വരുമ്പോൾ ആ ന്യായമാണ് പറയുക. പ്രവാചകൻ ചെയ്തിട്ടില്ല, ശരിയാണ്. സ്വഹാബത്തിന് പരിചയമില്ല, ശരിയാണ്. ആദ്യ തലമുറകൾക്ക് പരിചയമില്ല, ശരിയാണ്. ഹിജ്റ 600 ശേഷം 7-ാം നൂറ്റാണ്ടിൽ മുദഫർ എന്ന രാജാവ് ഉണ്ടാക്കിയതാണ്, ശരി. പക്ഷെ എന്നാലും നല്ലതല്ലേ, സ്നേഹമല്ലേ. മദ സ്വഹാബിമാരിൽ പ്രഗത്ഭനായ സ്വഹാബി അദ്ദേഹം പറയുന്നു, അൽ ഇഖ്തിസാദു ഫി സുന്ന അഹ്സനു മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. ബിദ്അത്തായ കാര്യങ്ങളിൽ വലിയ പരിശ്രമങ്ങൾ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സുന്നത്തുകളിൽ മിതമായ നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യലാണ് എന്നാണ്. മിതമായ അർത്ഥത്തിൽ, ഒരു മിതമായ സ്വഭാവത്തിൽ സുന്നത്ത് പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ അതാണ് ബിദ്അത്തുകൾ ധാരാളം ചെയ്ത് കൂട്ടുന്നതിനേക്കാളും അയാൾക്ക് ഖൈർ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സ്വഹാബിമാരിൽ പ്രഗത്ഭനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അദ്ദേഹം പറയുന്നു, മാ അതാ അലന്നാസി ആമുൻ ഇല്ലാ
അഹ്ദസൂ ഫീഹി ബിദ്അ വഅമാതൂ ഫീഹി സുന്ന. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ആളുകൾ ഓരോ ബിദ്അത്തുകളെങ്കിലും പുതിയതായി കൊണ്ടുവരാതിരിക്കില്ല. അതിനു പകരം സുന്നത്തുകൾ നഷ്ടപ്പെടാതിരിക്കുകയുമില്ല. ഹത്താ തഹ്യൽ ബിദ്അു വതമൂത സുനൻ. അവസാനം ബിദ്അത്തുകൾ സജീവമായി വരികയും സുന്നത്തുകൾ മരിച്ചൊടുങ്ങി ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഘട്ടം വരുമെന്നാണ്. ഒരു ബിദ്അത്ത് വരുമ്പോൾ ഒരു സുന്നത്ത് പോകും. കാരണം എല്ലാം പഠിപ്പിക്കപ്പെട്ട് പൂർത്തിയായ മതമാണ് ഇസ്ലാം. പൂർണ്ണമായും വെള്ളമുള്ള പാത്രത്തിലേക്ക് ഒരു കല്ല് ഇടണമെങ്കിൽ ആ കല്ലിന്റെ വെയിറ്റ് എന്താണോ അതിന് സമാനമായ അളവിൽ വെള്ളം പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എങ്കിലേ ആ കല്ല് ആ പാത്രത്തിലേക്ക് ഇടാൻ കഴിയൂ. എങ്കിൽ എല്ലാം പൂർത്തിയായ മതത്തിലേക്ക് ഇനി കൂട്ടിച്ചേർക്കണമെങ്കിൽ പകരം മറ്റൊന്ന് പുറത്തേക്ക് ഒഴിവാകേണ്ടി വരും. അങ്ങനെ ബിദ്അത്തുകൾ വരുമ്പോൾ സുന്നത്തുകൾ പോകുമെന്നർത്ഥം. അതാ തുടക്കത്തിൽ പറഞ്ഞ സംഭവം. അതുകൂടെ അവസാനിപ്പിക്കാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു 2 കല്ലെടുത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചുവെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഈ 2 കല്ലുകൾക്കിടയിൽ സൂര്യപ്രകാശം കാണുന്നുണ്ടോ? സൂര്യപ്രകാശം വ്യക്തമാണ്, എല്ലാവർക്കും കാണാം, ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും കാണാം. പക്ഷേ 2 ചെറിയ കല്ലു മതി നമ്മുടെ കണ്ണിൽ നിന്ന് ആ പ്രകാശത്തെ മറച്ചുവെക്കാൻ. ആ 2 കല്ലുകൾക്കിടയിലൂടെ നോക്കിയാൽ അല്പം മാത്രം ആ വെളിച്ചം കാണുന്നുവെങ്കിൽ ഇതിനു സമാനമായി ഈ സമുദായത്തിൽ ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ വർദ്ധിച്ചു വ്യാപിച്ചു വരുമെന്നും ആ ബിദ്അത്തുകൾക്കിടയിൽ സുന്നത്തുകൾ കാണാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അവസാനം ആ ബിദ്അത്ത് ഒരാൾ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ജനങ്ങൾ പറയും അയാൾ സുന്നത്ത് ഒഴിവാക്കി എന്ന്. ബിദ്അത്തായി വന്നൊരു കാര്യം, പിൽക്കാലത്തുണ്ടായ നമസ്കാരം, പിൽക്കാലത്തുണ്ടായ നോമ്പ്, പിൽക്കാലത്തുണ്ടായ ദിക്ർ, പിൽക്കാലത്തുണ്ടായ സ്വലാത്ത്, അത്തരം ബിദ്അത്തുകൾ ഒരാൾ വർജിക്കാൻ തീരുമാനിച്ചാൽ അത് ആവശ്യമില്ല, അത് ന്യായമല്ല, അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ജനങ്ങൾ പ്രതികരിക്കുക അയാൾ സുന്നത്ത് ഒഴിവാക്കി എന്നായിരിക്കും, ബിദ്അത്ത് ഒഴിവാക്കി എന്നല്ല. ആ നിലക്ക് ആളുകൾ ബിദ്അത്തിനെ തെറ്റിദ്ധരിക്കുന്ന ഘട്ടം വരുമെന്ന് നാം പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഗൗരവമായി തന്നെ സഹോദരങ്ങളെ നാം അതിനെ കാണേണ്ടതുണ്ട്. ധാരാളം ഹദീസുകളിൽ, പ്രവാചകന്റെ വാക്കുകളിൽ, സ്വഹാബത്തിന്റെ വചനങ്ങളിൽ എല്ലാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട താക്കീതുകൾ ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബിദ്അത്തുകൾ ഒരുപക്ഷെ നല്ലതാണ് എന്ന ന്യായത്തിൽ നാം ചെയ്യുകയും അവസാനം നഷ്ടക്കാരായും നരകത്തിൽ പോയി ആപ്പരിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യം വരാമെന്നുള്ളത് ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ബിദ്അത്തുകൾ വരുന്നില്ല, സംഭവിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തുകയും സുന്നത്തുകളിൽ തന്നെ പൂർണ്ണമായും ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പരിഹാരം ഏത് വിഷയത്തിലും എന്താണ് പ്രവാചകാധ്യാപനമെന്ന അന്വേഷണം തന്നെയാണ്. ഏത് വിഷയവും നാട്ടിലങ്ങനെയല്ലേ, ഉസ്താദുമാരിങ്ങനെയല്ലേ, ഭൂരിപക്ഷം അങ്ങനെയല്ലേ, മഹൽ അങ്ങനെയല്ലേ, പാരമ്പര്യമായി ചെയ്തു പോകുന്നത് അങ്ങനെയല്ലേ എന്ന ന്യായമല്ല. ആ ന്യായങ്ങൾ കൊണ്ട് ഒരു കാര്യം മതമായി മാറുകയില്ല. നേരെ മറിച്ച് പ്രവാചകർ എന്തു പഠിപ്പിച്ചുവെന്ന് അന്വേഷിക്കുകയും ആ പ്രവാചകർ പഠിപ്പിച്ചെടുത്ത് നിൽക്കുകയുമാണ് വേണ്ടത്. അതാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ ഇത്തിബാ ചെയ്യുക, പ്രവാചകരെ പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ ബിദ്അത്തുകളുടെ പിന്നാലെ പോകരുത്, പുത്തൻ ആചാരങ്ങൾ ചെയ്യരുത് എന്നാണ് സുഫ്യാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞു. അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, പിശാചിന് തിന്മകളെക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ് എന്നാണ്. മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാളെല്ലാം പിശാചിന് ഇഷ്ടം ബിദ്അത്തിനോടാണ്. കാരണം തിന്മ ചെയ്യുന്നവൻ തിന്മയാണെന്ന ബോധ്യത്തിലാ ചെയ്യുക, അവൻ പശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ട്. ബിദ്അത്ത് ചെയ്യുന്നവൻ പുണ്യമാണെന്ന അർത്ഥത്തിലാ ചെയ്യുന്നത്, പശ്ചാത്തപിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുകയും സുന്നത്തിലേക്ക് മടങ്ങുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.